രണ്ട് സംസ്ഥാനങ്ങളിലായി SIT സംഘത്തിന്റെ പരിശോധന. ചെന്നൈയിലും ബംഗളൂരുവിലാണ് പരിശോധന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിൽ എത്തിച്ചു. സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പും നടത്തും. അതിനിടെ ബംഗളൂരുവിൽ നടന്ന പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് 176 ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത്. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, എത്രത്തോളം നിർണായകമാണ് ഈ പുതിയ കണ്ടെത്തൽ? ശ്യാമ, ഏതായാലും വലിയ നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലായി പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് 176 ഗ്രാം സ്വർണം പിടികൂടിയിരിക്കുന്നത്. സ്വർണ്ണ ആഭരണങ്ങൾ പിടികൂടി എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ കൃത്യമായി തന്നെ SIT പരിശോധിക്കുകയും ചെയ്തു. വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ ഉൾപ്പെടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരിശോധിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലുള്ള അക്കൗണ്ടുകളാണ് പരിശോധിച്ചിരിക്കുന്നത്. മാത്രമല്ല, കർണാടകയിലെ മറ്റ് ഏതെങ്കിലും ജില്ലകളിൽ അദ്ദേഹത്തിന് അക്കൗണ്ടുകൾ ഉണ്ടോ എന്ന കാര്യം കൂടി ഇപ്പോൾ SIT പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് കർണാടകയിലെ പല ജില്ലകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വസ്തു വാങ്ങിക്കൂട്ടി എന്നത് സംബന്ധിച്ച ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ചില രേഖകളാണ് ഈ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് വളരെ വിശദമായി തന്നെ നിലവിലിപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ ഇത് മുൻപ് ലഭിച്ച വസ്തുവാണ്, അല്ലെങ്കിൽ മുൻപ് വാങ്ങിയ വസ്തുവാണ് എന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഇത് ശരിയല്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2019 ശേഷം കൂടുതൽ ഭൂമി വാങ്ങിക്കൂട്ടി എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെയും അവിടെ പരിശോധന തുടരും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിന് പിന്നാലെയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചുകൊണ്ടുള്ള പ്രത്യേക അന്വേഷണത്തിലേക്ക് നിലവിൽ SIT കടന്നിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് തെളിവെടുപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് 2019 ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ തന്നെ ഈ കട്ടളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് സ്വർണം വേർതിരിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഈ സ്വർണം വേർതിരിച്ച രീതിയിൽ സ്മാർട്ട് ക്രിയേഷൻസിന് 174 ഗ്രാം കൂലിയായി നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ നൽകിയിരിക്കുന്ന മൊഴി. ശേഷിച്ച 474 ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത്. അതായത് ഈ സ്വർണം നിലവിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ബെല്ലാരിയിൽ നിന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത്. 400 ഗ്രാമിന് മുകളിൽ സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഗോവർദ്ധൻ എന്നയാളുടെ ജ്വല്ലറിയിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയത് എന്നാണ് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ വിഷയത്തിലും കൂടുതൽ പരിശോധന ആവശ്യമായി വരും എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഇതിനിടെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൂടുതൽ അന്വേഷണം എത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി പരിശോധന ഈ കള്ളക്കടത്തിന്റെയും ഈ കാട്ടുകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴാണ് സംഘം അവിടെ എത്തുന്നത്. അതും കൂടി ഒന്ന് എടുത്ത് പറയേണ്ടതാണ്. ഈ തെളിവുകൾ നശിപ്പിക്കാൻ ആരെങ്കിലും ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ സമയവും കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഈ ഒരു തെളിവെടുപ്പ് ഈ കേസ് അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് തന്നെയാവില്ലേ? ശ്യാം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. 2019 ഈ സ്വർണ്ണപ്പാളികൾ അവിടേക്ക് സ്വർണം വേർതിരിക്കാനായി എത്തുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ നൽകുന്ന മൊഴി അതവിടെ വലിയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 2019 ഈ സ്വർണം എത്തിക്കുന്ന സമയത്ത് ഇത് വേർതിരിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ലായിരുന്നു എന്നാണ് ജീവനക്കാർ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നത്. എന്നാൽ പിന്നീടുള്ള പരിശോധനയിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു. അതായത് ഹൈദരാബാദിലെ മന്ത്രയിലേക്ക് ഇത് എത്തിക്കുന്നത് ഈ വൈദഗ്ധ്യം ഇല്ലാതിരുന്നത് കൊണ്ടാണ് എന്നായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിലെ ജീവനക്കാർ നൽകിയിരുന്ന മൊഴി. എന്നാൽ പിന്നീട് ഈ മൊഴി തിരുത്തി പറയുകയും സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ ഇത് വേർതിരിച്ചെടുത്തു എന്ന കണ്ടെത്തലിലേക്ക് എത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. ഇനി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി എന്നതാണ് അടുത്ത ചോദ്യം. മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് എത്തിക്കുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന് എന്തുകൊണ്ട് സംശയം തോന്നിയില്ല? ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ എത്തുന്നു. മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികളാണ് എത്തിയതെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് നന്നായി അറിയാം. പക്ഷേ ആ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ചെമ്പിൽ സ്വർണ്ണം പൂശിയാണ് എത്തിച്ചിരിക്കുന്നത്. അത് അങ്ങനെയല്ല എന്ന് വളരെ കൃത്യമായി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിന് കൂട്ടുനിന്നു? അതിലാണ് ഗൂഢാലോചന അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഇത്തരമൊരു ഗൂഢാലോചന നടത്താൻ കഴിയില്ല. കാരണം 2019 വലിയ ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം വിജിലൻസും ആ നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. ആ ഗൂഢാലോചനയിൽ നിലവിലിപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ മാത്രമാണ്. എന്നാൽ മുരാരി ബാബു മാത്രമല്ല ഇതിന് പിന്നിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായി നിലനിൽക്കുന്നുണ്ട്. അവരിലേക്ക് അന്വേഷണം പോകുമോ എന്നതും ഇനി അറിയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് സ്മാർട്ട് ക്രിയേഷൻസ് പോലെ
ഒരു കമ്പനിക്ക് പരിചയപ്പെടുത്തി നൽകിയത്? എന്ത് ധൈര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടേക്ക് എത്തിക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന ആവശ്യമായി വരും. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അതാണ് ഇനി ഏറ്റവും നിർണായകമാകുന്നത്. ഇവിടെയുള്ള പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ രീതിയിലുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ മുരാരി ബാബു നൽകിയിരിക്കുന്ന മൊഴി ഏറ്റവും നിർണായകമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്നത്തെ 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല താൻ മാത്രം വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല എന്ന മൊഴി അന്വേഷണ സംഘത്തിന് മുരാരി ബാബു നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയും സൂചിപ്പിച്ചിരിക്കുന്നത് ഇതേ വിഷയം തന്നെയാണ്. ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. 2019 ദേവസ്വം ബോർഡ് മാത്രമല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇതിൽ പങ്കാളികളാണ് എന്ന് പറയുമ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ട ചില രേഖകളാണ്. അതായത് 2024 സ്മാർട്ട് ക്രിയേഷൻസിന് ഒരു കത്ത് ദേവസ്വം ബോർഡ് നൽകുന്നത്. അതിൽ പറയുന്നത് ഈ ചെമ്പ് പാളികളിൽ സ്വർണം പൂശിയതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇതിൻ്റെ അറ്റകുറ്റപ്പണി ആവശ്യമാണ്. വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം, അതായത് ഇതിൻ്റെ സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തു വിടുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുരാരി ബാബു ഒരു കത്ത് നൽകുന്നു. മുരാരി ബാബുവിന് മാത്രമായി 2019 കൊടുത്തുവിട്ട കാര്യമല്ല, 2024 വീണ്ടും ഒരു കത്ത് നൽകുമ്പോൾ എന്തുകൊണ്ട് ഇതിലൊരു സംശയം ഇന്നത്തെ ദേവസ്വം ബോർഡിന് തോന്നിയില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് തോന്നിയില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻസ് തിരികെ ഒരു കത്ത് അയക്കുന്നുണ്ട്. അതും 2024 തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ നിങ്ങൾ കൊടുത്തു വിട്ടോളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് അയക്കുന്നത്. ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ചെമ്പ് പാളികളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, അത് ഒരു പണവും നടത്താൻ തയ്യാറാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു കത്ത് സ്മാർട്ട് ക്രിയേഷൻസ് അയക്കുകയാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ കൈവശം ആണ് എത്തുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇന്നത്തെ ദേവസ്വം ബോർഡിന് ഒരു സംശയവും തോന്നിയില്ല? അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറയുന്നത് കൃത്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് 2019 ദേവസ്വം ബോർഡിൽ മാത്രമല്ല 2019 കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഓരോ ദേവസ്വം ബോർഡിലും. കാരണം ഇതിൽ 2019 എ പത്മകുമാറിന് ശേഷം വന്നിരിക്കുന്നത് എൻ വാസുവാണ്. വാസുവായിരുന്നു ഈ തിരിമറികൾ നടക്കുമ്പോൾ, ഈ ഗൂഢാലോചന നടക്കുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്നത്. വാസുവും അതുപോലെ തന്നെ പത്മകുമാറും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്, ഇത്തരമൊരു കവർച്ച നടന്നിരിക്കുന്നത് എന്നാണ് മുരാരി ബാബു മൊഴി നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇത് സംബന്ധിച്ച സൂചനകളാണ് നൽകുന്നത്. അങ്ങനെയെങ്കിൽ ആ അന്വേഷണത്തിലേക്ക്, അതായത് പത്മകുമാറിനെയും എൻ വാസുവിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ അന്വേഷണത്തിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാകൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ അറിയാതെ എങ്ങനെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത് എത്തി? ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ച് എന്തുകൊണ്ടും ഒരു അന്വേഷണം, അതായത് ഇവർക്കിതിന് വൈദഗ്ധ്യമുണ്ടോ എന്നത് സംബന്ധിച്ച് ഈ സ്വർണ്ണപ്പാടികൾ കൊടുത്തുവിട്ടപ്പോൾ ഒരു അന്വേഷണം ദേവസ്വം ബോർഡ് നടത്തിയില്ല എന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നതും അതേ വിഷയം തന്നെയാണ്. അതിനുശേഷം വീണ്ടും 2024 സ്മാർട്ട് ക്രിയേഷൻസ് ഒരു കത്തയക്കുമ്പോൾ എന്തുകൊണ്ട് ആ സമയത്തും ദേവസ്വം ബോർഡ് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയില്ല? അതായത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ മുൻനിർത്തിക്കൊണ്ട് വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ച് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല, അവർക്കിതിൽ വൈദഗ്ധ്യമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല. അവിടെ വെച്ചാണ് ഈ സ്വർണം വേർതിരിച്ചിരിക്കുന്നത്. ഈ സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കുന്നു. മാത്രമല്ല കൂലിയായി ഈ സ്വർണ്ണ ശില്പങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാളികളിൽ നിന്ന് എടുക്കുമ്പോൾ പോലും സ്മാർട്ട് ക്രിയേഷൻസിനും ഇത് സംബന്ധിച്ച് മറ്റൊരു സംശയം തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൽ വലിയ അസ്വാഭാവികതയുണ്ട്. പ്രഥമ ദൃഷ്ട്യാ പരിശോധിച്ചാൽ തന്നെ ഇതിൽ വലിയ ഗൂഢാലോചന വ്യക്തമാണ്. ഇത്രയും വിശദമായി തന്നെ ഈ അന്വേഷണത്തിന്റെ പുരോഗതിയാണ് ആർ രാജീവ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായാലും